ഹലോ, സ്റ്റാർലൈറ്റ് മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അത് 2025 നിന്ന് നമ്മൾ 2026 കടന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ്, ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതുവർഷം സന്തോഷവും സമാധാനവും ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ ഗൈഡൻസ് ആൻഡ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഇവിടെ തുടക്കം തന്നെ നിങ്ങളോട് നല്ല സ്ട്രെങ്ത് ആയിരിക്കാനാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കുക, സ്ട്രോങ് ആയിരിക്കുക. എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെയധികം ആലോചിച്ചതിന് ശേഷം നമ്മൾ ഒരു ധ്യാനമോ മെഡിറ്റേഷനോ ഒക്കെ സ്വീകരിക്കുക. അതുപോലെ തന്നെ മനസ്സിനെ ശാന്തമായും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടും ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു സമയവും കൂടിയാണ് ഈ 2026 എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു പണം നിങ്ങൾക്ക് നിങ്ങളെക്കാളും താഴത്തെ തട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവരെ സഹായിക്കാനുള്ളൊരവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങളിലേക്ക് സഹായം ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സഹായവും ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന കുറച്ച് പേര് എനർജി വന്നിട്ടുണ്ട്. അത് രണ്ട് വഴിയുണ്ട്. അത് ഏത് വഴിയിലേക്ക് പോകണം, കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരവസ്ഥ, എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിരിക്കുന്നത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട അതിൽ അറിവുള്ള വ്യക്തികളോട് ക്യൂൻ ഓഫ് സ്വർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സ്വർഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയും അറിവും എല്ലാ കാര്യങ്ങളും നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും എന്ത് കാര്യവും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതുപോലുള്ള ആളുകളുമായിട്ട് അവരോട് ഉപദേശം തേടുകയോ അവരുമായിട്ട് സമ്പർക്കത്തിലൂടെ നല്ലൊരു മുന്നോട്ട് പോകാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയോ നല്ല ഒരു മെച്ചേർഡായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥയാവാം, നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ അനുവാദത്തോടു കൂടി അവരൊരു മാർഗനിർദ്ദേശത്തോടു കൂടി ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഒരു മാറ്റം വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മളുടെ ജീവിതത്തിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും. അതെല്ലാം ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു വ്യക്തതയും നല്ല ഒരു ഉറപ്പും ഒക്കെ കിട്ടുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായൊരു വിവരത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരു കളവ് അല്ലെങ്കിൽ ഒരു ചതി
അല്ലെങ്കിൽ ഒരു അങ്ങനെ നിങ്ങളെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവർ നിങ്ങളെ കുറ്റം പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓഫീസിൽ വല്ല ഡോക്യുമെൻറ്റുകളോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്കൊരു സന്ദേശം വരുന്നുണ്ട്. ഒരു പെട്ടെന്നുള്ളൊരു സന്ദേശം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സന്ദേശം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളെന്തെങ്കിലും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ പുറമേ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യമുണ്ട്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾക്കൊരു യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സമ്പൽ സമൃദ്ധിയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബിസിനസ്സിലോ എന്തിലെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയും നേട്ടവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇവിടെയും 10 ഓഫ് പെൻറ്റക്കിൾസ്, രണ്ടും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുടെ കാർഡാണ്. ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു നേട്ടം, വിജയം, നിങ്ങൾ ജോലിക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് അല്ലെങ്കിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജോലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു വിവാഹാലോചന, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ ഒരു വർഷം തന്നെയാണ് 2026. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. കുത്തുവാക്കുകളും മറ്റുള്ളവരിൽ നിന്നുള്ള ഒരുപാട് വിമർശനങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവാം. ചില സമയങ്ങളിൽ ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് വിഷമിച്ച് കരയേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നേക്കാം. നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റമാണ് വരുന്നത്, ഒരു നല്ല മാറ്റം അതിൽ നിന്നൊക്കെ 2026 നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ പഴയ ഒരു കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാതെ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരണമെന്നാണ് പറയുന്നത്. പഴയതിനെ വിട്ടുകൊടുക്കുക, പുതിയതിനെ സ്വീകരിക്കുക. പഴയത് നമ്മൾ വിട്ടുകൊടുത്താലാണ് നമ്മൾക്ക് പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മളുടെ മനസ്സ് തയ്യാറാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾ മാറ്റിക്കൊണ്ട് നിങ്ങൾ ഒരു സമ്പൽ സമൃദ്ധിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ പഴയ വിഷമങ്ങളെയൊക്കെ നിങ്ങൾ വിട്ട് കളയാനാണ് പറയുന്നത്. പുതിയ കാര്യങ്ങളെ സ്വീകരിച്ച് പുതിയ തീരുമാനങ്ങളെടുത്ത് അല്ലേ, പുതിയ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഈ 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.